സ്വാതന്ത്ര്യദിനത്തിൽ ഭാരതത്തെ തള്ളി ബംഗ്ലാദേശ്. 1971 നടന്നത് ബംഗ്ലാദേശിന്റെ വിമോചന പോരാട്ടമെന്ന് മുഹമ്മദ് യൂനുസിന്റെ ഉപദേശകർ. വിമോചന പോരാട്ടത്തിൽ ഭാരതം സഖ്യകക്ഷി മാത്രമെന്ന് ഇടക്കാല സർക്കാർ. ഭാരതത്തിന്റെ വിജയ് ദിവസ് ആഘോഷത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി പ്രസ്താവനകൾ. കിഴക്കൻ പാകിസ്ഥാനിൽ പാക് പട്ടാളം നടത്തിയ നരഹത്യയ്ക്ക് തടയിട്ടത് ഭാരതമാണ്. ഇന്ത്യൻ സൈന്യം നിർണായക ഇടപെടൽ നടത്തി പാകിസ്ഥാനുമേൽ നേടിയ യുദ്ധവിജയത്തിന്റെ ഫലമാണ് ബംഗ്ലാദേശ്. 13 ദിവസം നീണ്ട ഘോരയുദ്ധത്തിൽ ഭാരതത്തിന് 3800-നടുത്ത് സൈനികരെ നഷ്ടമായി. എന്നാൽ ഈ ചരിത്ര വസ്തുതയെല്ലാം വിസ്മരിക്കാൻ തങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് തെളിയിക്കുകയാണ് ബംഗ്ലാദേശ്. കഴിഞ്ഞ ദിവസം ഭാരതം യുദ്ധവിജയത്തിന്റെ വാർഷികം വിപുലമായി ആചരിച്ചതിനെയാണ് മുഹമ്മദ് യൂനിസിന്റെ ഭരണകൂടം ചോദ്യം ചെയ്യുന്നത്. 971 ബംഗ്ലാദേശിന്റെ വിമോചന പോരാട്ടമാണെന്നും ഇന്ത്യ അതിൽ ബംഗ്ലാദേശിന്റെ സഖ്യകക്ഷി മാത്രമാണെന്നും മുഹമ്മദ് യൂനിസിന്റെ നിയമോപദേശകൻ ആസിഫ് നസ്രുൽ FBയിൽ കുറിച്ചു. യുദ്ധവിജയം ആഘോഷിക്കാൻ ഇന്ത്യക്ക് അവകാശമില്ലെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥി നേതാവ് ഹസ്നത്ത് അബ്ദുള്ള, ബംഗ്ലാദേശിലെ വിവിധ ജമാഅത്ത് നേതാക്കളും സമാന പ്രതികരണം നടത്തിയെന്നത് ശ്രദ്ധേയം. എന്തായാലും മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തിന്റെ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടിനോട് മോദിയുടെ ഭാരതം ഏത് രീതിയിലാകും വരും ദിവസങ്ങളിൽ പ്രതികരിക്കുക എന്നതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ജനം, ഡൽഹി.